കോമ്പറ്റീറ്റീവ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി മീൻ ചെയ്യുന്നത് എന്താണ്? സാധ്യത അല്ലേ? പ്രോബബിലിറ്റിനെ ഞാൻ സിമ്പിളായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് ടൈംസിലേക്ക് പോകാം. അപ്പം പ്രോബബിലിറ്റി സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്, ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഡെഫിനിഷൻ ഇതാണ്: an experiment with more than one possible outcome which may be repeated any number of times under more or less similar conditions and the outcomes of which vary irregularly from repetition to repetition. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം. ആ എക്സ്പെരിമെൻറ്റിന് രണ്ടിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കണം. അത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുവാണ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് എന്തായിരിക്കും? അതായത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇപ്പം ഞാൻ ഫസ്റ്റ് ടോസ് ചെയ്യുന്ന കോയിന്, ഫസ്റ്റ് ടൈം ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പം എനിക്ക് ഹെഡ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ഒന്നെങ്കിൽ ഹെഡാവാം ടെയിലാവാം, രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഒക്കർ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ കോയിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഡൈ ത്രോൺ ചെയ്യുന്നത്. അപ്പം ഡൈയിൽ എന്താ 1 to 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ആ 1 to 6 നമ്പേഴ്സിൽ ഏത് നമ്പർ വേണേലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാന്നുള്ളത് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റ് ആണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈമാണ് സാമ്പിൾ പോയിൻ്റ്. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിലെ ഓരോ ഔട്ട്കംസിനെയാണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ഇതാണ്: എവരി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിൻ്റ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് തന്നെ എടുക്കാം. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് ഹെഡും ടെയിലും ആണെന്ന് പറഞ്ഞു. സോ ഞാൻ ഹെഡിനെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഹെഡിനെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊണ്ടും ടെയിലിനെ ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് എങ്ങനെയായിരിക്കും? സാമ്പിൾ പോയിൻറ്റ്സ് ഫസ്റ്റ് ഹെഡിൻ്റേത് എച്ച്. അപ്പം നമ്മൾ അതിനെ സെറ്റ് ഒരു കേളി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എച്ച് ടി, അപ്പം സെറ്റ് എച്ച് സെറ്റ് ടി. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലെ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് എച്ചും സെറ്റ് ടിയും ആയിരിക്കും. അപ്പോൾ സാമ്പിൾ പോയിൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഡൈ ത്രോൺ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഡൈയുടെ സാമ്പിൾ പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 1, സെറ്റ് 2, സെറ്റ് 3, എക്സെട്ര സെറ്റ് 6. ഇങ്ങനെയായിരിക്കും ഡൈയുടെ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ടാണ്. സോ സാമ്പിൾ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദി സാമ്പിൾ പോയിന്റ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മൾ സാമ്പിൾ പോയിന്റ് എന്താണെന്ന് കണ്ടു, റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഓരോ ഔട്ട്കംസിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ സാമ്പിൾ പോയിൻറ്റ്സിനെ എല്ലാം കൂടി ഒരു സെറ്റായിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സോ സാമ്പിൾ സ്പേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ടാണ്. സോ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന മുന്നത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്, ടോസിങ് എ കോയിന്. അപ്പോൾ സാമ്പിൾ സ്പേസ് എങ്ങനെയായിരിക്കും? എസ് ഈക്വൽ ടു സെറ്റ് എച്ച് കോമ ടി. എച്ച് എന്ന് പറയുന്ന ഹെഡും ടി എന്ന് പറയുന്ന ടെയിലുമായിരിക്കും. ശ്രദ്ധിക്കുക, സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ പോയിന്റിനെയും സെറ്റാക്കി എഴുതുകയാണ് ചെയ്യുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പം ആ എല്ലാ റിസൾട്ടിനെയും ഒരേ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തുകയാണ് സാമ്പിൾ സ്പേസ് നമ്മൾ ചെയ്യുന്നത്. ഇക്കാര്യം ഓർത്തിരിക്കുക. ഇനി കോയിൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് കോയിൻ്റെ കേസ് നമുക്കറിയാം, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ് വരുന്നത് അല്ലേ? അപ്പം 2n കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം കോയിൻ എത്ര ടൈമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതാണ് n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. കോയിൻ 1 ടൈമാണ് ടോസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വരും? 1 കിട്ടും. അപ്പം ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ? അപ്പം സാമ്പിൾ സ്പേസിലെ ഔട്ട്കം അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, സാമ്പിൾ സ്പേസിലെ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതാണ് ഈ കേസിൽ വന്നാക്കുന്നത്. ഇനി ഒരു കോയിൻ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോയിൻ 2 ടൈം റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പം സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം, സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഒരു കോയിൻ 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാം? എസ് ഈക്വൽ ടു 2 ഹെഡ് വരുന്ന കേസ് ഉണ്ടാവും, ഒരു ഹെഡ് ഒരു ടെയില്,
പിന്നെ ഒരു ടെയിൽ ഒരു ഹെഡ് പിന്നെ 2 ടെയിൽ, ഇങ്ങനെ 4 പോസിബിൾ ഔട്ട്കംസ് ആണ് ഉണ്ടാവുക അല്ലേ സാമ്പിൾ സ്പേസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2n. അപ്പം എത്ര തവണ കോയിൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 times. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്നാ വന്നു, n = 2. അപ്പോൾ ഇതെങ്ങനെ വന്നു 2² വിച്ച് ഈസ് ഈക്വൽ ടു 4 എണ്ണുക. 4 ഔട്ട്കംസ് ഉണ്ട്. ഇങ്ങനെയാണ് കോയിൻ്റെ കേസിൽ നമ്മൾ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2n. n എന്ന് പറയുന്നത് കോയിൻ എത്ര ടൈം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സാമ്പിൾ പോയിൻ്റ്, സാമ്പിൾ സ്പേസ്, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇതിൽ ഓരോ എലമെൻറ്റ്സ്, അതായത് ഓരോ ടൈമും നമ്മൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പ്രോബ്ലം ചെയ്യുമ്പം എളുപ്പമുണ്ടായിരിക്കുകയുള്ളൂ. സോ എക്സാമ്പിൾ വെച്ച് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇവൻ്റ് എന്താണെന്ന് നോക്കാം. സോ ഇവൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടിട്ടായിരിക്കും. സോ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആണ് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. ത്രോയിങ് എ ഡൈ, നമ്മളൊരു ഡൈ ത്രോ ചെയ്യുവാണ്. ദെൻ ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ്, ആ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്താക്കുന്നത്. സോ എക്സാമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഡൈ ത്രോൺ ചെയ്യുന്നു, അപ്പം ഈവൻ നമ്പേഴ്സ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ്, ഞാനിപ്പം എ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. സോ എ = സെറ്റ് 2, 4, 6 ഈവൻ നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ വരുമ്പം ഇവൻ്റ് എന്ന് പറയുന്നത് 2, 4, 6. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് ഇവൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഇവൻറ്റിൽ സിമ്പിൾ ഇവൻറ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇവൻറ്റും ഉണ്ട്. സിമ്പിൾ ഇവൻ്റ് എന്ന് പറയുമ്പം ഒരേ ഒരു ഇവൻ്റേ കാണത്തുള്ളൂ. അതായത് ഇപ്പം നമ്മൾ 2 കോയിന് ഒന്നിച്ച് ത്രോൺ ചെയ്യുവാണ്. അപ്പം കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, HH, HT, TH, TT. അതായത് 2 കോയിന് ഒരേ സമയം നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് S = സെറ്റ് HH, HT, TH, TT. H എന്ന് പറയുന്ന ഹെഡ്, T എന്ന് പറയുന്നത് ടെയിൽ. ഇതാണ് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പം എൻ്റെ ഇവൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് ഒരേ സമയം 2 ഹെഡ് വരുന്നത്. അപ്പം ഒരേ സമയം 2 ഹെഡ് വരുന്നത് ഏതാ, ഒരു ടൈമേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് ഏതാ, സിമ്പിൾ ഇവൻ്റ്. A = HH എന്ന് പറയുന്ന ഒരു ഇവൻ്റ് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ഇവൻ്റ് ആയിരിക്കും. അതായത് ഒരു ഇവൻറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ സിമ്പിൾ ഇവൻ്റ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ ഇതാണ്, ആൻ ഇവൻറ്റ് ഹാവിങ് ഓൺലി 1 സാമ്പിൾ പോയിന്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇവൻറ്റ്. ഇനി കോമ്പൗണ്ട് ഇവൻ്റ്. കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയുന്നത് അതായത് 2 കൂടുതലോ സാമ്പിൾ പോയിൻ്റ് ഉള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇവൻറ്റിന് ഒരു എക്സാമ്പിൾ കണ്ടു. ഏതാ, നമ്മളൊരു ഡൈ ത്രോൺ ചെയ്യുന്നു, ഈവൻ നമ്പേഴ്സ് കിട്ടുന്നത്. സോ ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇവൻ്റ് ആണ്. കാരണം എന്താ, ഈ ഇവൻറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 3 എലമെൻറ്റ്സ് ഉണ്ട്, 3 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. സോ ഇത് കോമ്പൗണ്ട് ഇവൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഇവൻറ്റിൽ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ പോയിൻ്റ് ഉള്ളൂ എങ്കിൽ അതിനെ സിമ്പിൾ ഇവൻ്റ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ 2 കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ കോമ്പൗണ്ട് ഇവൻ്റ് എന്നും പറയുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി എക്സ്ഹോസ്റ്റീവ് ഇവൻ്റ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇവൻ്റ് എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത്. സോ ഡെഫിനിഷൻ ഇതാണ്, എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1, A2, etc. AK. K ഇവൻറ്റ്സ് നമ്മുടെ ഉണ്ട്. ഞാൻ ഡിനോട്ട് ചെയ്താക്കുന്നത് A1, A2, etc. AK are said to be exhaustive if their union is the sample space. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇവൻറ്റ്സ് എത്ര എണ്ണം ഉണ്ടോ ആ ഇവൻറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഇവൻറ്റ്സ് എന്ന് പറയുന്ന എക്സോസ്റ്റീവ് ഇവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് ഇതാണ്, സെറ്റ് 1, 2, 3, 4, 5, 6. അതായത് ഒരു ഡൈ ത്രോൺ ചെയ്യുമ്പം കിട്ടുന്ന ഔട്ട്കംസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ A1 എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, A2 എന്ന് പറയുന്ന ഇവൻ്റ് 2, 3, 4 ആൻഡ് A3 = 4, 5, 6. നമുക്ക് എക്സോസ്റ്റീവ് ഇവൻ്റ് ആകുന്നത് എപ്പോഴാണ്, യൂണിയൻ എടുത്തു കഴിയുമ്പോഴത്തേനും സാമ്പിൾ സ്പേസ് കിട്ടണം, അതായത് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ. അപ്പോൾ ഇവിടെ 3 ഇവൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, A1 യൂണിയൻ, A2 യൂണിയൻ, A3 എടുത്ത് നോക്കുക. അപ്പം യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ, 3 ഇവൻറ്റ്സിൻ്റെയും ടോട്ടൽ ആദ്യത്തിലെ എല്ലാ എലിമെൻറ്റ്സിനെയും കൂടി ഒരു സെറ്റാക്കി എഴുതുവാണ് യൂണിയൻ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് A1ലെ എലിമെൻറ്റ്സ് 1, 2, 3. സോ ഫസ്റ്റ് എഴുതി 1, 2, 3.
A2 എന്ന് പറയുമ്പം 2 3 4 2 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാ മിച്ചമുള്ളത്? 4 എന്ന് പറയുന്ന എലമെൻറ്റ്. സോ 4 എഴുതി. ദെൻ A3യിലെ എലമെൻറ്റ് 4 5 6 4 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഏതൊക്കെ വാല്യൂസാണ് വേണ്ടിയത്? 5 6. സോ 5 6. അപ്പം നമുക്ക് 3 ഇവൻസിൻ്റെ യൂണിയൻ എടുത്തു. A1 യൂണിയൻ A2 യൂണിയൻ A3 എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? സെറ്റ് 1 2 3 4 5 6. ഇത് തന്നെയല്ലേ നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ ഈ ഇവൻറ്റ് നമ്മുടെ A1 A2 A3 എന്ന് പറയുന്ന ഇവൻറ്റ് എന്ന് പറയുന്നത് എക്സോസ്റ്റീവ് ഇവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒന്നുകൂടെ പറയാം, നമുക്ക് തന്നിരിക്കുന്ന ഇവൻസിൽ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ യൂണിയൻ എടുത്ത് കഴിയുമ്പം നമ്മുടെ സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റീവ് ഇവൻ്റ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓർ ഡിസ്ജോയിൻറ്റ് ഇവൻ്റ് എന്താണെന്നാണ് നോക്കുന്നത്. സോ ഡെഫിനിഷൻ ഇതാണ്: two events which cannot occur together are said to be mutually exclusive or disjoint. അതായത് നമ്മൾ 2 ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യണം. ആ 2 ഇവൻറ്റ്സ് ഒരേ സമയത്ത് ഒക്കർ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഇവൻറ്റ്സിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അതായത് 2 ഇവൻറ്റ്സിൻ്റെയും എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്ജോയിൻ്റ് എന്നും പറയും. അപ്പോൾ നമുക്ക് ജനറൽ കേസ് നോക്കാം. If A1, A2, etc. An are n events are said to be mutually exclusive if AE intersection AJ equal to 5. അതായത് 2 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ളതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ശ്രദ്ധിക്കാം. I റേഞ്ച് ചെയ്യുന്നത് 1 to extra to n ആൻഡ് J റേഞ്ച് ചെയ്യുന്നത് 1 to extra to n ആണ്. പക്ഷേ ഐയുടെയും ജിയുടെയും വാല്യൂ ഈക്വൽ ആവരുത്. അതായത് ഇപ്പം നമുക്ക് 3 ഇവൻറ്റ്സ് ആണുള്ളത്, A1 A2 A3. അപ്പം നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് A ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 5 എന്നുള്ളതാണ് നമ്മുടെ ജനറൽ കണ്ടീഷൻ അല്ലേ. അപ്പം എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ നോക്കുക, A1 ഇൻ്റർസെക്ഷൻ A2 നോക്കുക, അത് 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ A1 ഇൻ്റർസെക്ഷൻ A3 ഇൻ്റർസെക്ഷൻ A3 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ A2 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 3 ഇവൻറ്റ്സ് വന്നു കഴിയുമ്പോൾ 3 ഇൻ്റർസെക്ഷൻ വരുന്നു. A1ഉം A2ഉം A1ഉം A3യും A2ഉം A3യും. ഈ 3 ഇൻ്റർസെക്ഷനും 5 ആണെങ്കിൽ, അതായത് നൾ സെറ്റ് ആണെങ്കിൽ നമ്മുടെ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ഇവൻ്റ്. ദെൻ ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻ്റ്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റീവ് ഇവൻ്റ് എന്താണെന്ന് പറഞ്ഞു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ എടുത്ത് കഴിയുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടണം, അതാണ് എക്സോസ്റ്റീവിൻ്റെ കണ്ടീഷൻ. അതും സാറ്റിസ്ഫൈ ചെയ്യണം. ഇൻ്റർസെക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും 5 കിട്ടണം, നൾ സെറ്റ് കിട്ടണം, അതും ആ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. എങ്കിലാണ് ആ ഇവൻറ്റിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. ലെറ്റ് S ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. അതായത് നമ്മൾ ഡൈ ത്രോൺ ചെയ്യുന്ന കണ്ടീഷൻ, അതിൻ്റെ സാമ്പിൾ സ്പേസ് ആണ് S ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ദെൻ നമുക്ക് 3 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. A1 ഈക്വൽ ടു സെറ്റ് 1 2 3, A2 ഈക്വൽ ടു 4 5 ആൻഡ് A3 ഈക്വൽ ടു സെറ്റ് 6. അപ്പോൾ 3 ഇവൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, സാമ്പിൾ സ്പേസും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താ? A ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 5 ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് 3 ഇവൻറ്റ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? A1 ഇൻ്റർസെക്ഷൻ A2 കണ്ടുപിടിക്കണം. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് 5, അതായത് നൾ സെറ്റിനെയാണ് 5 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അടുത്തത് A1ഉം A2 നമ്മൾ നോക്കി. ഇനി ഏതാ? A1ഉം A3. A1 ഇൻ്റർസെക്ഷൻ A3 വിച്ച് ഈസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അടുത്തത് A2 ഇൻ്റർസെക്ഷൻ A3 വിച്ച് ഈസ് ഈക്വൽ ടു, രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല, സോ നൾ സെറ്റ് 5. അപ്പോൾ നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എക്സോസ്റ്റീവ്, അതായത് യൂണിയൻ സാമ്പിൾ സ്പേസ് ആണോ എന്ന്. അപ്പം A1 യൂണിയൻ A2 യൂണിയൻ A3 which is equal to A1 എന്ന് പറയുമ്പോൾ 1 2 3, A2ൽ 4 5, then A3 6. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് അല്ലേ.
സോ A1, A2, A3 ഈ 3 ഇവൻറ്റ്സ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് രണ്ട് കണ്ടീഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. A1, A2, A3 അപ്പം 3 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കണ്ടീഷൻ നൾ സെറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ യൂണിയൻ എടുത്ത് കഴിയുമ്പോൾ സാമ്പിൾ സ്പേസ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യണം. ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, 2 or more events are said to be independent if the occurrence of one of them not affect the occurrence of the other. അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ മറ്റൊരെണ്ണം അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് ഈക്വാലിറ്റി ഓഫ് ഇവൻറ്റ്സ്. ഡെഫിനിഷൻ ഇതാണ്. 2 events A and B are said to be equal if every element of A is an element of B and every element of B is an element of A. അതായത് നമ്മൾ രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്യാണ്, എയും ബിയും എന്ന് നമ്മൾ ഇവൻറ്റ്സിനെ ഡിനോട്ട് ചെയ്തു. അപ്പം എയിലെ എല്ലാ എലമെൻസും തന്നെ ബിയിലും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഇവൻറ്റ്സിലെ എല്ലാ എലമെൻസും എയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് ഇവൻറ്റ്സ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി. ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താ? എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു എ ആണ്. രണ്ടും ഇംപ്ലൈസ് ചെയ്യണം. അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിലും ഉണ്ടായിരിക്കണം, ബിയിലെ എല്ലാ എലമെൻസും എയിലും ഉണ്ടായിരിക്കണം. സോ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ ഇതാണ്. എ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് 1, 2, 3, 4, 5. ഇതാണ് ഇവൻറ്റ് എ തന്നിരിക്കുന്നത്. ദെൻ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് തന്നാക്കുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇൻറ്റീജർ ആണ് എക്സ് എന്ന് പറയുന്നത്. റേഞ്ച് ചെയ്യുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം ബി എന്ന് പറയുന്ന ഇവൻറ്റിനെ നമുക്ക് സെറ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ആൻഡ് 5. ഓക്കെ, അപ്പം നമ്മൾ ഇനി കമ്പയർ ചെയ്യുവാണ്. എയിലെ എലമെൻറ്റ്സ് തന്നെയാണോ ബിയിലുള്ളത്, ബിയിലെ എലമെൻറ്റ്സ് തന്നെയാണോ എയിലുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. സോ നോക്കിക്കേ, എയിൽ 1, 2, 3, 4, 5. ബി എന്ന് പറയുന്നത് നമ്മൾ സെറ്റായിട്ട് എഴുതി. ഇൻറ്റീജർ ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. സോ 1, 2, 3, 4, 5. സോ എ ഈക്വൽ ടു ബി നമുക്ക് ഇവിടെ കിട്ടി. അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ട്, ബിയുടെ എല്ലാ എലമെൻസും എയിലുണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഈക്വൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ ഈക്വൽ ഇവൻറ്റ്സിൻ്റെ കാര്യമല്ലേ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് ഇവൻറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഡെഫിനിഷൻ ഇതാണ്. ദി കോംപ്ലിമെൻറ്റ് ഓഫ് ആൻ ഇവൻറ്റ് എ is the set of elements of the sample space which are not element of A. അതായത് നമുക്ക് സാമ്പിൾ സ്പേസിൽ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ സ്പേസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പം എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ എ എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റ്സും, എ എന്ന് പറയുന്ന ഇവൻറ്റ്സിലെ എല്ലാ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുക. ഇത് ബാക്കിയുള്ള യൂണിവേഴ്സ് സെറ്റിലെ ബാക്കി എലമെൻറ്റ്സിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ എ കോംപ്ലിമെൻ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. എ ഡാഷ് അല്ലെങ്കിൽ എ ഇവിടെ പവറായിട്ട് സി കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ ബാറായിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ മൂന്നിൽ ഏത് സിമ്പിൾ വെച്ചിട്ട് വേണേലും നമുക്ക് എ കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ എല്ലാം മീനിങ് എ കോംപ്ലിമെൻ്റ് എന്നാണ് നമ്മളിത് വായിക്കുന്നത്. ഈ മൂന്ന് രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എ കോംപ്ലിമെൻ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതൊരു വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് എനെയും എ കോംപ്ലിമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇത് യൂണിവേഴ്സൽ സെറ്റാണ് ഈ സെറ്റ് തന്നിരിക്കുന്നത്. ദെൻ എ എന്ന് പറയുന്ന ഇവൻ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിൽ നിന്ന് എ എന്ന് പറയുന്ന എലമെൻറ്റിനെ റിമൂവ് ചെയ്യുക. എ എന്ന് പറയുന്ന ഇവൻറ്റിലെ എല്ലാ എലമെൻറ്റിനെയും റിമൂവ് ചെയ്യുക. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്ന ഇവൻറ്റ് ഇതാണ്. ദെൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതോ എ കണ്ടെയ്ൻ ചെയ്യാത്ത ബാക്കി ഈ പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3, 4, 5, 6. സോ എ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3. അപ്പോൾ നമ്മൾ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എ കോംപ്ലിമെൻറ്റ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, എ കോംപ്ലിമെൻറ്റ് എന്താണ്? സാമ്പിൾ സ്പേസിൽ നിന്ന് എ എന്ന് പറയുന്ന ഇവൻറ്റിൽ എല്ലാ എലമെൻസിനെ റിമൂവ് ചെയ്യുക. അപ്പം ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്ന എലമെൻറ്റിൽ 1, 2, 3 ഉണ്ട്.
സോ ഇവിടെ നിന്ന് 1ഉം 2ഉം 3ഉം റിമൂവ് ചെയ്തു. ബാക്കി ഏതൊക്കെ എലമെൻസാണ് ഉള്ളത്? 4, 5, 6. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റ് 4, 5, 6. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് അറ്റ്ലീസ്റ്റ് 1. ഓക്കെ, അപ്പം 2 ഇവൻറ്റ്സ് തന്നിരിക്കുകയാണ്. എയും ബി എന്ന് പറയുന്ന 2 ഇവൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിയൻ എന്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? എ യൂണിയൻ ബി. അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിലെ എല്ലാ എലമെൻസും, ഇപ്പോൾ 2 ഇവൻറ്റ്സ് ആണെങ്കിൽ 2 ഇവൻറ്റ്സിനെയും കൂടി ഒന്നിച്ച് ഒരു ഇവൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റായിട്ട് എഴുതുവാണ് നമ്മൾ എ യൂണിയൻ ബി ചെയ്യുന്നത്. അതായത് 2 ഇവൻറ്റ്സിലെയും എലമെൻസിനെ നമ്മൾ ഒന്നിച്ച് എഴുതുവാണ് എ യൂണിയൻ ബി ചെയ്യുന്നത്. എ യൂണിയൻ ബിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എ യൂണിയൻ ബി ഓർ എ പ്ലസ് ബി എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഓഫ് 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി ഇസ് എ സെറ്റ് ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. അതായത് എയിലും ബിയിലും ചില എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഒരു ടൈം മാത്രം എഴുതിയാൽ മതി. 2 ഇവൻറ്റ്സിലെ എലമെൻറ്റ്സിന് ഒന്നിച്ച് എഴുതുവാണ് നമ്മൾ എ യൂണിയൻ ബി ചെയ്യുന്നത്. സോ വെൻ ഡയഗ്രത്തെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. വെൻ ഡയഗ്രമാണ് ഇത് വരച്ചാക്കുന്ന യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും എഴുതിയിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താ? രണ്ടും കൂടെ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് 2 ഇവൻറ്റ്സിലെയും എലമെൻസിനെയും കൂടെ ഒന്നിച്ചെഴുതുവാണ് എ യൂണിയൻ ബി ചെയ്യുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. എ എന്ന് പറയുന്ന ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് സെറ്റ് 1, 2, 3 ആൻഡ് ബി എന്ന് പറയുന്ന ഇവൻറ്റ് തന്നിട്ടുണ്ട് സെറ്റ് 2, 4, 6. സോ എ യൂണിയൻ ബി ഡിനോട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇവൻറ്റ്സും കൂടെ ഒന്നിച്ചെഴുതുവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എ എഴുതി 1, 2, 3. ദെൻ 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അപ്പോൾ 2 ഇനി എഴുതേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ളത് 4ഉം 6ഉം. ഇവിടെ 4ഉം 6ഉം ഇല്ല, അപ്പോൾ 4, 6. സോ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 6. ഇങ്ങനെയാണ് എ യൂണിയൻ ബി എഴുതുന്നത്. അതായത് 2 ഇവൻറ്റ്സിനെയും കമ്പൈൻ ചെയ്ത് എഴുതുവാണ് യൂണിയനിൽ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് ഇവൻറ്റ്സ്. അതായത് ഇപ്പോൾ 2 ഇവൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് എയും ബി എന്ന് പറയുന്ന സെയിം കേസിന്. അപ്പോൾ 2ലും കോമൺ പോയിന്റ്സ്, 2 ഇവൻറ്റ്സിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഏതാണോ അതാണ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ എഴുതുന്നത്. സോ എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. എ ബി മീൻ ചെയ്യുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തന്നെയാണ്. സോ വെൻ ഡയഗ്രാം വരുമ്പോഴത്തേനും എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് രണ്ടുകൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ ഷെയ്ഡ് ഏതാക്കുന്ന ഈ റീജിയനാണ്. ഇതിൽ എ മാത്രമേ ഉള്ളൂ, ഇവിടെ അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എയും ബിയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈമാണ്, ഈ ഷെയ്ഡ് ചെയ്താക്കുന്ന റീജിയൻ. സോ അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കൊണ്ട് ഡിനോട്ട് ചെയ്താക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും. അപ്പം എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് 1, 2, 3, ബി എന്ന് പറയുന്നത് 2, 3, 4, 5. ഓക്കെ, അപ്പം എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുകയാണ്. എ ഇൻ്റർസെക്ഷൻ ബി കോമൺ പോയിന്റ് ആണെന്ന് പറഞ്ഞു. 2ലും റിപ്പീറ്റ് ചെയ്താക്കുന്ന പോയിന്റ്, 2ലും റിപ്പീറ്റ് ചെയ്താക്കുന്ന പോയിന്റ് ഏതാണ്? 2ഉം 3ഉം. സോ 2, 3 എഴുതി. ഓക്കെ, ഈ എക്സാമ്പിൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് 2, 3 നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. ഇവിടുത്തെ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഏതൊക്കെ വരുന്നത്? ഇവിടെ റിപ്പീറ്റ് ചെയ്താക്കുന്ന നമ്പർ ഏതാ? 2 മാത്രമാണ് റിപ്പീറ്റ് ചെയ്താക്കുന്നത്. സോ സെറ്റ് 2 എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ കേസ് 2ലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല എങ്കിൽ അത് നൾ സെറ്റ് ആയിരിക്കും. സോ നൾ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. ഈ കേസ് എപ്പോഴാണ് വരുന്നത്? 2 ഇവൻറ്റ്സിലും കോമൺ പോയിന്റ് ഇല്ല എങ്കിലാണ് എ ഇൻ്റർസെക്ഷൻ ബി 5 ആയിരിക്കുന്നത്. നമുക്ക് ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് ഇ ഈക്വൽ ടു set 1, 2, 3, 4, 5, 6, 7. The 3 subset A equal to 3, 5, 7, B equal to 2, 4, 6 and C equal to 1, 3. Write down first one A union B, second one A intersection B, third one A complement and fourth one A intersection C union B complement intersection A. സോ നമുക്ക് എന്താ ഇ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, പിന്നെ 3 സബ്സെറ്റും തന്നിട്ടുണ്ട്, എയും ബി സി. സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്താ? 2 സെറ്റിലെയും ഇവൻസിനെ ഒന്നിച്ചെഴുതുവാണ് എ യൂണിയൻ ബി ചെയ്യുന്നത്. സോ എയിലെ എലമെൻറ്റ്സ് 3, 5, 7, ബിൻ്റേത് 2, 4, 6. സോ 2, 3, 4, 5, 6, 7. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. 6ഉം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. സോ എ യൂണിയൻ ബി എന്ന് കിട്ടുന്ന സെറ്റ് 2, 3, 4, 5, 6, 7 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിച്ചു. ദെൻ
സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് ഇവൻറ്റ്സ്, എയും ബിയും രണ്ട് ഇവൻറ്റ്സ്, രണ്ട് ഇവൻറ്റ്സിലെയും കോമൺ പോയിന്റ്സിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ സെറ്റായിട്ട് നമ്മൾ എഴുതുന്നത്. സോ എ നോക്കിക്കേ, രണ്ടിലും ഇൻ്റർസെക്ഷൻ ഏതെങ്കിലും വരുന്നുണ്ടോ? അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലേ എയിലെയും ബിയുടേതും, ഇൻ്റർസെക്ഷൻ കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് ഏത് കിട്ടും? നൾ സെറ്റ് കിട്ടും. നൾ സെറ്റിനെ 5 കൊണ്ട് ഡിനോട്ട് ചെയ്തു. സോ എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ എ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ കോംപ്ലിമെൻ്റ് എന്താ? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സെറ്റിൽ നിന്ന് എയിലെ എല്ലാ എലമെൻസിനെയും എലിമിനേറ്റ് ചെയ്യുക. ഇത് ബാക്കിയുള്ള എലമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് 3, 5, 7 ആണ്. സോ യൂണിവേഴ്സൽ സെറ്റ് ഇവിടുത്തെ ഇ ആണ്. ഇയിൽ നിന്ന് 3ഉം 5ഉം 7ഉം എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ള എലമെൻറ്റ്സ് സെറ്റ് 1, 2, 4, 6. സോ എ കോംപ്ലിമെൻ്റ് നമുക്ക് കിട്ടി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് എ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം, പിന്നെ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിക്കണം, ദെൻ നമുക്ക് യൂണിയൻ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് എ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യന് വേണ്ടി ഫസ്റ്റ് എ ഇൻ്റർസെക്ഷൻ സി. അപ്പം എയുടെയും സിയും കൂടെ കമ്പൈൻ ചെയ്തേ അതിൽ ഏത് എലമെൻ്റാണ് കോമൺ ആയിട്ട് വന്നാക്കുന്നത്? 3 ആണ്. സോ എ ഇൻ്റർസെക്ഷൻ സി നമുക്ക് സെറ്റ് 3 കിട്ടി. ദെൻ എ ഇൻ്റർസെക്ഷൻ സി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇനി ബി കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇവൻ്റ് 2, 4, 6 ആണ്. സോ 2ഉം 4ഉം 6ഉം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. സോ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് എന്നാ കിട്ടി? 1, 3, 5, 7. ഓക്കെ, നമ്മൾ ബി കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. സോ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. എ എന്ന് പറയുന്ന സെറ്റ് 3, 5, 7. ബി കോംപ്ലിമെൻറ്റ് 1, 3, 5, 7. കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 3, 5, 7. സോ നമ്മൾ എല്ലാ ടൈമും കണ്ടുപിടിച്ചു. എ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിച്ചു, ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിച്ചു. ഇനി എന്നെ കണ്ടുപിടിക്കേണ്ടത് ഇവ തമ്മിലുള്ള യൂണിയൻ. സോ യൂണിയൻ എഴുതുവാണ്. എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഇതാണ്, ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്ന ഇതാണ്. സോ യൂണിയൻ എഴുതുമ്പോൾ 3, 5, 7 സെറ്റിനുള്ളിലിടെ മറക്കരുത്. സോ ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ നമുക്ക് സെറ്റ് 3, 5, 7 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കുന്നു, ദെൻ ബി കോംപ്ലിമെൻറ്റ് നമുക്കറിയില്ല, ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിക്കുന്നു, ദെൻ അതിനുശേഷം വേണം യൂണിയൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രോബബിലിറ്റിയിലെ കുറച്ച് ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ലോ. നമ്മൾ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. എ ബി ഡിനോട്ട് ചെയ്യുന്നത് എയും ബിയും നമ്മുടെ ഇവൻറ്റ്സ് ആണ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. 5 എന്ന് പറയുന്ന നൾ സെറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ നൊട്ടേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ലോ. അതിലെ ഫസ്റ്റ് വൺ എ യൂണിയൻ 5 ഈക്വൽ ടു എ. അതായത് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് 5 എന്ന് പറയുന്ന നൾ സെറ്റ്, അതിൻ്റെ യൂണിയൻ എടുത്തു കഴിയുമ്പം എ എന്ന് പറയുന്ന ഇവൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ എ യൂണിയൻ എസ് ഈക്വൽ ടു എസ്. എ എന്ന് പറയുന്ന ഇവൻറ്റ്, എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്. ഇവൻ്റ് എന്ന് പറയുന്നത് എന്താ? സാമ്പിളിൻ്റെ സബ്സെറ്റ് ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ലോസ് മാത്രം പറഞ്ഞു പോവാണ്, അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ എ യൂണിയൻ എസ് ഈക്വൽ ടു എസ്. തേർഡ് വൺ എ ഇൻ്റർസെക്ഷൻ 5 ഈക്വൽ ടു 5. ഫോർത്ത് വൺ എ ഇൻ്റർസെക്ഷൻ എസ് ഈക്വൽ ടു എ. ദെൻ ഐഡംപൊട്ടൻ്റ് ലോ. ഫസ്റ്റ് വൺ എ യൂണിയൻ എ ഈക്വൽ ടു എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ദെൻ കോംപ്ലിമെൻ്റ് ലോ. A union A complement equal to S, A intersection A complement equal to 5 and A complement all complement equal to A. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും ഈക്വൽ ആയിരിക്കും. സോ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ദെൻ ഡി മോർഗൻസ് ലോ. ഓർത്തിരിക്കേണ്ട ലോസ് ആണ് ഡി മോർഗൻസ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡി മോർഗൻസ് ലോ സ്റ്റേറ്റ് ചെയ്താക്കുന്ന എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ദെൻ അത് ഇൻ്റർസെക്ഷൻ്റെ കേസിൽ വരുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ദെൻ അസോസിയേറ്റീവ് ലോ പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി
ഈക്വൽ ടു, അതായത് എ ബി സി എന്ന് പറയുന്ന 3 ഇവൻറ്റ്സ്. അപ്പം ഫസ്റ്റ് ബി യൂണിയൻ സി കൺസിഡർ ചെയ്യുന്നു. അതെന്ന് പറയുന്നതും എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി വിച്ച് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ദെൻ അത് ഇൻ്റർസെക്ഷൻ്റെ കേസിൽ വരുമ്പം എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സ്റ്റേറ്റ് ചെയ്താക്കുന്നത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. സോ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് വന്നു. ഇതുപോലെ തന്നെ തിരിഞ്ഞു വരും. ഇവിടെ യൂണിയൻ്റെ സ്ഥാനത്തേക്ക് ഇൻ്റർസെക്ഷൻ വരും, ഇവിടെ ഇൻ്റർസെക്ഷൻ്റെ സ്ഥാനത്തേക്ക് യൂണിയൻ വരുമ്പോഴത്തേനുള്ളതാണ്. സെക്കൻഡ് വൺ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. സോ ലോസ് ഓർത്തിരിക്കാം. അപ്പം ഇതിലെ എ ബി സി എന്ന് പറയുന്ന ഇവൻറ്റ്സ് ആണ്, എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, ദെൻ ഫൈ എന്ന് പറയുന്ന നൾ സെറ്റ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണ്, കോംപ്ലിമെൻ്റ് എന്താണുള്ളതെല്ലാം നമ്മൾ പഠിച്ചാണ്. അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് ഈ ലോസ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് നിന്ന് പി സി ചോദിച്ച ക്വസ്റ്റ്യനിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എ സെറ്റ് ഓഫ് എൻ ഇവൻറ്റ്സ് E1, E2, etc. En, occurrence of none of them is denoted by. അപ്പം ഒക്കറൻസസ് ഓഫ് നൺ ഓഫ് ദം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, ഡിനോട്ട് ചെയ്താക്കുന്നത് E1, E2, etc. En എന്ന് പറയുന്നത് എൻ ഇവൻറ്റ്സ് ആണ്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് യൂണിയൻ EI, ഇൻ്റർസെക്ഷൻ EI, ദെൻ യൂണിയൻ EI കോംപ്ലിമെൻറ്റ്, ദെൻ ഇൻ്റർസെക്ഷൻ EI കോംപ്ലിമെൻറ്റ്. നൺ ഓഫ് ദി ഒക്കറൻസ് എന്നാണ് പറഞ്ഞാക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി, യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാം. അപ്പോൾ നൺ ഓഫ് ദി ഒക്കറൻസ് ആയിരിക്കും വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, യൂണിയൻ EI കോംപ്ലിമെൻറ്റ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് ഓർ എ കിങ് ഫ്രം എ പാക്ക് ഓഫ് 52 cards ഈസ് ഓപ്ഷൻ എ 13/52, ഓപ്ഷൻ ബി 17/52, ഓപ്ഷൻ സി 12/52 ആൻഡ് ഡി 16/52. അപ്പോൾ നമ്മുടെ അടുത്ത് എന്നെ ചോദിച്ചേക്കുന്നത് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് ഓർ എ കിങ് അല്ലേ. അപ്പം 52 കാർഡ്സിൽ നിന്നാണ് വരുന്നത്. അപ്പം എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ട്? 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട് 52 കാർഡ്സിൽ. ഓർ എ കിങ്, അപ്പം എന്താ യൂണിയൻ ആണ് വരുന്നത്. അപ്പം പ്ലസ് എ കിങ്, അപ്പം ബാക്കിയുള്ള 3 കാർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കാർഡ്സ് ഉണ്ട്, അതിൽ 3 കിങ് കൂടെ വരും. അപ്പോൾ എങ്ങനെ വന്നു? 13 + 3, 13 ഡയമണ്ട് പ്ലസ് 3 കിങ്സ്, അത് 3 ഡിഫറെൻറ്റ് കാർഡ്സിലെ കിങ്. അപ്പം 3 ടോട്ടൽ ഔട്ട് ഓഫ് എത്രയില്ല? 52 കാർഡ്സിലാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 16/52. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി. അപ്പം നോക്കുക എത്ര കാർഡ്സ് ആണ് വരുന്നത്. ഡയമണ്ട് ഓർ എ കിങ്, അപ്പം ഡയമണ്ട് എന്ന് പറയുന്ന 13 ഉണ്ട് പ്ലസ് കിങ്, അപ്പോൾ 3 കിങ്, 4 കിങ് ഉണ്ട്. പക്ഷേ ഡയമണ്ടിൽ ഒരു കിങ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ളതിൻ്റെ 3. സോ ഇത് ആഡ് ചെയ്യാം ഔട്ട് ഓഫ് 52 കാർഡ്സിൽ നിന്നാണ്. സോ 16/52 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം ഇതിൽ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി, 16/52. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റിയിലെ എല്ലാ ടേംസും നമ്മൾ ഓർത്തിരിക്കുക, എക്സാമ്പിൾ വെച്ച് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.